ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ മലയാളികൾക്കൊന്നും അത്ര പരിചിതമല്ലാത്ത ഒരു ക്രിസ്തുമസ് സ്വീറ്റാണ്. ഇത് കർണാടകക്കാരുടെയൊക്കെ ക്രിസ്തുമസ് സ്പെഷ്യൽ സ്വീറ്റാണ്. ഇതിന് ന്യൂറിയോസ്, കാരാഞ്ചി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനു മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡർ, പഞ്ചസാര, മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുന്തിരി, ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എള്ള്, ബട്ടർ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിൽ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. ഇനി നമുക്കിതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്കിനി എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം.
ഇതിപ്പോൾ ഇവിടെ ഞാൻ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നടുവേ ഒന്ന് മടക്കി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനുള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം വെളിയിലേക്ക് വരും. ഇനി ഇതിനൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പോർക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ന്യൂറോസ് എല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായ ന്യൂറോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.